ജയ് മോഹൻജി. ഗുരുപാദയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീ എമ്മിൻ്റെ ഗുരുസമക്ഷം ഒരു ഹിമാലയൻ യോഗിയുടെ ആത്മകഥ എന്ന പുസ്തകത്തിലെ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവമാണ് ഇന്നത്തെ വീഡിയോയിൽ. ചെന്നൈയിലെ ഒരു ബീച്ചിൽ തിരകളെ നോക്കി ഇരിക്കുകയായിരുന്നു ഞാൻ. ചുട്ടുപൊള്ളുന്ന വേനൽക്കാലമായിരുന്നിട്ടും ബീച്ചിലെ ശാന്തമായ അന്തരീക്ഷത്തിൽ ഞാൻ ഉറങ്ങിപ്പോയി. അപ്പോഴാണ് ബാബാജിയിൽ നിന്നുള്ള സൂചന ലഭിക്കുന്നത്. ബാബാജിയുടെ സുപരിചിതമായ ശബ്ദം കേട്ട് ഉണർന്നു. ഇവിടെ ബാബാജി എന്ന് പറയുന്നത് മഹേശ്വർനാഥ് ബാബാജി, അദ്ദേഹത്തിൻ്റെ ഗുരുവിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആളന്ദിയിലെ ജ്ഞാനേശ്വരൻ്റെ സമാധിയിലേക്ക് പോകുക. 3 ദിവസത്തിനുള്ളിൽ പുറപ്പെടണം. മഹാരാഷ്ട്രയിലെ മഹാനായ ഭക്തകവിയും സന്യാസിയുമായ ജ്ഞാനേശ്വരൻ്റെ ലഘുജീവചരിത്രത്തിൽ നിന്ന് പൂനെയിൽ നിന്നും 18 കിലോമീറ്റർ അകലെയാണ് അദ്ദേഹത്തിൻ്റെ സമാധിയുള്ള സ്ഥലമായ ആളന്ദി എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഇനി അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. പ്രസ്തുത സമാധി ജ്ഞാനേശ്വരൻ്റെ ജീവസമാധി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം തൻ്റെ സൂക്ഷ്മ ശരീരത്തിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് ആളുകൾ വിശ്വസിക്കുന്നു. ജനങ്ങൾ അദ്ദേഹത്തെ സന്യാസിവര്യനായി കരുതുന്നു. എന്നാൽ നാഥ സമ്പ്രദായത്തിൽപ്പെട്ടവർ അദ്ദേഹത്തെ മഹാനായ യോഗിയായിട്ടാണ് കരുതുന്നത്. ഞാൻ ജ്ഞാനേശ്വരൻ്റെ സമാധിയുടെ മുന്നിൽ ഇരുന്നു. അന്നേരം എന്നിലുള്ള ശക്തി ഉണർന്ന് നട്ടെല്ലിൻ്റെ താഴെ നിന്നും പ്രവഹിച്ച് അനായാസേന ഹൃദയചക്രത്തിലൂടെ മൂർധാവിൽ എത്തി. ആനന്ദസാഗരത്തിൽ ആറാടിക്കൊണ്ടിരുന്ന എനിക്ക് വെള്ളിയുടെ നിറമാർന്ന ഉജ്ജ്വലമായ പ്രകാശം കാണാൻ കഴിഞ്ഞു. ആ സമയത്ത് എനിക്ക് ബാഹ്യലോകത്തെപ്പറ്റി യാതൊരു അറിവും ഇല്ലായിരുന്നു. ഞാൻ യഥാർത്ഥമായ ലോകത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ ചുറ്റും നല്ല ഇരുട്ടായിരുന്നു. ഞാൻ അടുത്തുള്ള സത്രത്തിൽ അഭയം തേടി. അവിടെ നിന്ന് ലളിതമായ ഭക്ഷണവും കിട്ടിയിരുന്നു. ദിവസങ്ങൾ 4 കഴിഞ്ഞു. എന്നിട്ടും ബാബാജിയിൽ നിന്നും ഒരു സൂചനയും കിട്ടിയില്ല. ഞാൻ ധ്യാനവുമായി കഴിഞ്ഞു. 5-ാമത്തെ ദിവസം അതിരാവിലെ 4 മണിക്ക് ഞാൻ സമാധിക്കരികെ പോയി ധ്യാനിച്ചു. പ്രായം ചെന്ന താഴോട്ട് ഞാന്നു കിടക്കുന്ന മേൽമീശയുള്ള മുതിർന്ന ഒരാൾ ജ്ഞാനേശ്വരി വായിച്ചു കൊണ്ടിരുന്നതല്ലാതെ ആരും അവിടെ ഇല്ലായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ഇരിക്കാം എന്ന് മനസ്സിന് വിചാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് നീട്ടി വളർത്തിയ തലമുടിയും കൗബീനധാരിയുമായ ഒരു കൗമാരപ്രായക്കാരൻ എൻ്റെ അടുത്തേക്ക് വരുന്നത് കാണാനിടയായി. കുമാരൻ പുഞ്ചിരി തൂകിക്കൊണ്ട് എന്നെ ആശ്ലേഷിച്ചു. തത്സമയം എൻ്റെ ശരീരത്തിനും മനസ്സിനും അത്യപൂർവമായ ആനന്ദലബ്ധി ഉണ്ടായി. അത് ജ്ഞാനേശ്വരനായിരിക്കും എന്ന ചിന്തയാണ് മനസ്സിലൂടെ കടന്നുപോയത്. കുമാരൻ വ്യക്തതയാർന്ന സ്വരത്തിൽ ഹിന്ദിയിൽ പറഞ്ഞു, എൻ്റെ സഹോദരൻ മഹേശ്വർനാഥ് സായിനാഥിൻ്റെ ആസ്ഥാനമായ ഷിർദിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. ഇന്ന് തന്നെ അങ്ങോട്ട് പോകൂ. കുമാരൻ നേരെ സമാധി മന്ദിരത്തിലേക്ക് പോയി. അരയാൽ വൃക്ഷത്തിൻ്റെ പിന്നിൽ മറഞ്ഞു. ഞാൻ ഉടനെ വൃക്ഷത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് നോക്കി. അവിടെ എനിക്ക് ആരെയും കാണാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് താൻ കണ്ടതെല്ലാം ഒരു ദിവ്യദർശനം ആയിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. എന്തെങ്കിലും അത്ഭുതം കണ്ടുവെന്ന തോന്നലൊന്നും കൂടാതെ പ്രായം ചെന്നയാൾ അപ്പോഴും ജ്ഞാനേശ്വരി വായനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ഞാൻ പൂനെയിൽ നിന്നും ഷിർദിയിലേക്കുള്ള ബസ്സിൽ കയറി. രാത്രി വൈകിയാണ് അവിടെ എത്തിയത്. സമാധി സമുച്ചയത്തിൻ്റെ പ്രവേശന കവാടത്തിൽ ബാബാജി നിൽക്കുന്നുണ്ടായിരുന്നു. വരൂ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, യുവയോഗിയെ കണ്ടോ? ഇവിടെയെല്ലാം ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്. എങ്കിലും നമുക്ക് സായിനാഥൻ ഉറങ്ങാറുള്ള ചാവടിയിൽ പോകാം. ഞങ്ങൾ സമാധിയും ഗുരുസ്ഥാനും ധൂനി കത്തിച്ചു വെച്ചിരുന്ന ദ്വാരകമായിയും കടന്ന് ചാവടി എന്ന് വിളിക്കുന്ന ചെറിയ കെട്ടിടത്തിനു മുന്നിലെത്തി. അവിടെ ആരെയും കണ്ടില്ല. ഏതാനും പട്ടികൾ അലഞ്ഞു നടക്കുന്നത് കണ്ടു. ചാവടിയിലേക്ക് പ്രവേശിക്കാനുള്ള തടി കൊണ്ടുള്ള വാതിൽ പൂട്ടിയിട്ടിരുന്നു. ഇവിടെ ഇപ്പോൾ എന്തു ചെയ്യാൻ കഴിയും എന്ന ചിന്ത മനസ്സിലൂടെ കടന്നുപോയി. അപ്പോൾ ബാബാജി പറഞ്ഞു, നമുക്ക് അകത്തേക്ക് പോകാം. തൽക്ഷണം ഞാൻ പറഞ്ഞു, വാതിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. എനിക്കറിയാം, അദ്ദേഹം പറഞ്ഞു. കണ്ണടച്ചു പിടിച്ചുകൊണ്ട് വാതിലിലൂടെ പ്രവേശിക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോവുക. പക്ഷേ ബാബാജി, കണ്ണുകൾ തുറക്കരുത്, ഞാൻ പറയുന്നത് അനുസരിക്കൂ. ഞാൻ കണ്ണടച്ചുകൊണ്ട് എൻ്റെ വലതുകാൽ മുന്നോട്ട് വെച്ചു. തുണി കൊണ്ടുള്ള ഒരു സ്ക്രീൻ തള്ളി മാറ്റുന്ന ലാഘവത്തോടെ മുന്നോട്ട് പോയി. വാതിൽ ദേഹത്ത് തട്ടുമ്പോഴും ഇതേ അനുഭവമായിരുന്നു. ഒരു നിമിഷത്തിനുള്ളിൽ ആ തോന്നലും ഇല്ലാതായി. ബാബാജി അന്നേരം കണ്ണു തുറക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ കണ്ണു തുറന്നപ്പോൾ 2 പേരും ചാവടിക്കുള്ളിലായിരുന്നു. അപ്പോഴും വാതിൽ പൂട്ടിക്കിടക്കുകയായിരുന്നു.
ബാബാജി എൻ്റെ അരികിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പൂട്ടിയിട്ടിരുന്ന മുറിയിൽ എങ്ങനെ പ്രവേശിക്കാൻ കഴിഞ്ഞുവെന്ന അത്ഭുതം മനസ്സിൽ തങ്ങിക്കിടന്നിരുന്നു. അതിനേക്കാൾ അത്ഭുതകരവും അവിശ്വസനീയവുമായിരുന്നു മറ്റൊരു സംഭവം. കീറിയ പഴയ തുണികൾ കയറുപോലെ ചുറ്റിക്കെട്ടി മേൽക്കൂരയിൽ കീഴോട്ട് തൂക്കിയിട്ടിരിക്കുന്നതിൻ്റെ താഴെ അറ്റത്ത് വീതി കുറഞ്ഞ പലക ഊഞ്ഞാലെന്ന പോലെ ചേർത്ത് കെട്ടിവെച്ചിരുന്നതിൽ ഷിർദി സായിബാബ ശയിക്കുന്നത് കണ്ടു. അദ്ദേഹം 1918 സമാധിയായതായാണ് വിശ്വസിക്കുന്നത്. ആശ്ചര്യവും ഭയവും കലർന്ന ഭാവത്തോടെ ആ ഭാഗത്തേക്ക് ദൃഷ്ടി പതിപ്പിച്ചപ്പോൾ ശരീരമാകെ കോൾമയർ കൊണ്ടു. വല്ലാതെ പേടിച്ചു വിറച്ചു. അദ്ദേഹം എണീറ്റ് പലകപ്പുറത്തിരുന്നു. തറയിൽ നിന്നും 6 അടി ഉയരത്തിലുള്ള പലകയിൽ നിന്ന് അദ്ദേഹം താഴോട്ട് എങ്ങനെ ഇറങ്ങാൻ കഴിയും എന്നോർത്ത് അതിശയിച്ചു. അദ്ദേഹം വളരെ ശാന്തതയോടെ സാവധാനത്തിൽ താഴോട്ട് ഒഴുകിയിറങ്ങി. സാധാരണ അദ്ദേഹം തലയിൽ കെട്ടാറുള്ള തുണിയില്ലായിരുന്നു. തല മുണ്ഡനം ചെയ്തിരുന്നു. അദ്ദേഹം അടുത്തു വന്ന് നിലയുറപ്പിച്ചപ്പോൾ 6 അടി ഉയരമുള്ള അദ്ദേഹത്തിൻ്റെ ശരീരം ഫയൽവാൻ്റേതാണെന്ന് തോന്നി. അദ്ദേഹം മുസ്ലിം ശൈലിയിൽ ബാബാജിയെ ആശ്ലേഷിച്ചു. എന്നിട്ട് പരസ്പരം നാസികയിൽ മൃദുലമായി ചുംബിച്ചു. ഞാൻ അദ്ദേഹത്തെ സാഷ്ടാംഗം പ്രണമിച്ചു. അദ്ദേഹം എന്നെ പിടിച്ച് എണീപ്പിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു, കുട്ടിക്ക് എൻ്റെ സലാം. നിനക്ക് മഹാനായ ഗുരുവിനെ കിട്ടിയിരിക്കുന്നു. എനിക്കും ഒരു ഗുരു ഉണ്ടായിരുന്നു. ഞാൻ ഒന്നു മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ അദ്ദേഹത്തെ എപ്പോഴും തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കും. അള്ളാ മാലിക് ഹേ. ഈശ്വരനാണ് ഉടമസ്ഥൻ. റാം റാം. ബാബാജി പറഞ്ഞു, ബാബ ഇവനെ അനുഗ്രഹിക്കൂ. അള്ളാ മാലിക് ഹേ. ഞാൻ ചെയ്യുന്ന ജോലി തന്നെ നീയും ചെയ്യുക. പക്ഷേ മറ്റൊരു വിധത്തിൽ ആയിരിക്കണം. ഒന്നും അത്ര എളുപ്പമല്ല കുട്ടി. ഈ ലോകത്തിന് ഭ്രാന്താണ്. ലോകം എന്നെ ഭ്രാന്തൻ എന്ന് കരുതുന്നു. ഹോ അള്ളാ രാം രാം. നീ കബീറിൻ്റെ ജോലി ചെയ്യൂ. ഗുരുവിൻ്റെ ആശീർവാദങ്ങൾ സ്വീകരിക്കൂ. പലകക്കട്ടിലിൻ്റെ ഷീറ്റിൻ്റെ താഴെ ചെന്ന് കറൻസി നോട്ടുകളുടെ ഒരു കെട്ടെടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അള്ളാ ഭലാ കരേഗ. ദൈവം സംരക്ഷിക്കും. ഈ പണം വാങ്ങൂ. ഗനഗപൂർ, പിതാപൂർ, അക്കാൽക്കോട്ട് എന്നീ സ്ഥലങ്ങളിലേക്ക് പൊയ്ക്കൊള്ളൂ. ഞാൻ പണം വാങ്ങാൻ മടിച്ചു നിന്നപ്പോൾ ബാബാജി മന്ത്രിച്ചു, വാങ്ങിക്കോ. ഞാൻ പണം വാങ്ങി. ഒരിക്കൽ കൂടി സാഷ്ടാംഗം പ്രണമിച്ചു. ബാബാജിയും സായിനാഥനും പരസ്പരം ആശ്ലേഷിച്ചു. ബാബാജി തമാശ രൂപത്തിൽ പറഞ്ഞു, അടുത്ത പ്രാവശ്യം അടഞ്ഞുകിടക്കുന്ന വാതിലിലൂടെ അകത്തേക്ക് കടക്കുന്നത് സൂക്ഷിച്ചു വേണം. നിന്റെ മൂക്ക് പരന്നതായി മാറും. അപ്പോഴും പുറത്ത് നല്ല ഇരുട്ടായിരുന്നു. തീർച്ചയായും നേരം വെളുക്കും എന്ന് വിചാരിച്ചു. ബാബാജി പറഞ്ഞു, പണം സൂക്ഷിക്കണം. നാളെ തന്നെ യാത്ര തുടങ്ങിക്കൊള്ളൂ. ഞാനിപ്പോൾ പോവുകയാണ്. ആവശ്യം വരുമ്പോൾ കാണാം. സായിനാഥൻ നിർദ്ദേശിച്ച സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള വഴി പറഞ്ഞു തന്നിട്ട് ബാബാജി യാത്രയായി. പ്രഭാതത്തിൽ ഞാൻ ഗുരുസ്ഥാനവും സമാധിയും സദാ ധൂനി കത്തിക്കൊണ്ടിരിക്കുന്ന ദ്വാരകാമയിയും ചാവടിയും സന്ദർശിച്ചു. ചാവടിയിൽ നിന്നുകൊണ്ട് സായിബാബയുടെ വലിപ്പത്തിലുള്ള ചിത്രം കണ്ടു. രാത്രിയിലെ അത്ഭുതകരമായ അനുഭവത്തെ ഓർത്തു. പ്രാതൽ കഴിച്ചതിനു ശേഷം കോപ്പർഗാവ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ബസ്സിൽ കയറി. സ്റ്റേഷനിൽ ട്രെയിൻ വരുന്നതും കാത്തുനിന്നു. സായിനാഥൻ ഷിർദിയിൽ അനേക കൊല്ലങ്ങൾ ജീവിച്ചു. അനേകം അത്ഭുതങ്ങൾ കാണിക്കുകയും അദ്ദേഹത്തെ സമീപിച്ച എല്ലാവരുടെയും ദുഃഖങ്ങൾ അകറ്റുകയും ചെയ്തു. 1886 ഡോക്ടർമാർ അദ്ദേഹം മരിച്ചതായി പ്രഖ്യാപിച്ചുവെങ്കിലും 3 ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തിന് ജീവൻ വീണ് കിട്ടുകയും ചെയ്തു. 1918 ഒക്ടോബർ 15 അദ്ദേഹം സമാധിയായി. പ്രാണൻ വെടിയുന്നതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞു, ഞാൻ ദേഹം വെടിഞ്ഞാലും ഷിർദിയിൽ കാണും. സത്യസന്ധതയും ഭക്തിയും ഉള്ളവർ എപ്പോൾ വിളിച്ചാലും ഞാൻ അത് കേൾക്കും. എൻ്റെ സംശയഗ്രസ്തമായ മനസ്സിന് അദ്ദേഹത്തിൻ്റെ ഭക്തജനങ്ങളോടുള്ള പ്രതിജ്ഞ ഉൾക്കൊള്ളാനായില്ല. ഒരുപക്ഷെ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയായിരിക്കണം സ്നേഹസമ്പന്നനായ ബാബാജി എന്നെയും കൂട്ടിക്കൊണ്ട് ഷിർദിയിൽ പോയത്. അങ്ങനെ ശ്രീ എമ്മിൻ്റെ ആ സംശയത്തെ മാറ്റിയെടുക്കുകയാണ് ബാബാജി അവിടെ ചെയ്തത്.